എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടയോ അതുപോലെ തന്നെ പഞ്ചസാരയോ ചേർക്കാത്ത നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് വെജിറ്റേറിയൻകാർക്ക് ഉപയോഗിക്കുക. അപ്പോൾ മുട്ട കഴിക്കാത്ത ബ്രാഹ്മിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കേക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയാൽ അത് നന്നായിരിക്കും. അപ്പോൾ അവർക്ക് മുട്ടയുണ്ടെന്നുള്ള ഭയമൊന്നും ഇല്ലാതെ കഴിക്കാം. അതുപോലെ ഷുഗറുകാർക്കും കുറേ പഞ്ചസാരയൊന്നും ചേർക്കാതെ നമുക്ക് കഴിക്കണം എന്നുള്ള ആളുകൾക്കും ഈ കേക്കിൻ്റെ റെസിപ്പി ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഈന്തപ്പഴമാണ്. മധുരത്തിന് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഈന്തപ്പഴവും അതുപോലെ തന്നെ 2 റോബസ്റ്റ പഴവുമാണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം ഈന്തപ്പഴമാണ്. നല്ല സോഫ്റ്റ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിനെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊപ്പിയൊക്കെ കളഞ്ഞ് നല്ല ചൂട് പാലിൽ ഒന്ന് സോക്ക് ചെയ്യാൻ വച്ചേക്കാണ്. ഒരു 20 മിനിറ്റ് കുതിർത്തതിന് ശേഷം നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മധുരത്തിനുള്ളത് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി കേക്കാണ്. അപ്പോൾ അതിൽ ധാരാളം ഈന്തപ്പഴം ഉണ്ട്. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പഴമുണ്ട്. പിന്നെ മറ്റുള്ള സാധനങ്ങളും ഒക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേക്ക് വളരെ ടേസ്റ്റിയാണ്, അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 റോബസ്റ്റ് പഴം കൂടി അതിലേക്ക് എടുത്തിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി അരച്ചെടുത്ത് ഇപ്പം നമുക്ക് ശരിക്കും ഒരു കേക്കിൻ്റെ ബാറ്റർ പോലെയായി അത്. അതിനെടുത്തിട്ട് നമ്മൾ ഒത്തിരി കൂടി ഒരു വലിയ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള മൈദപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കൊക്കോ പൗഡർ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അരിച്ചെടുക്കാനൊന്നും വേറെ 3 പ്രാവശ്യം അരിച്ചെടുക്കാനൊന്നും നിൽക്കുന്നില്ല. നേരിട്ട് ഞാൻ അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് 1 കപ്പ്, പിന്നെ അതുപോലെ തന്നെ 1 കപ്പിൻ്റെ 1/4 ഭാഗവും പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മൈദപ്പൊടി. നിങ്ങൾക്ക് മൈദപ്പൊടി അല്ല ഇതിലേക്ക് ഗോതമ്പ് പൊടി ഒന്നും കൂടി ഹെൽത്തി ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ചേർക്കുന്നത് കൊക്കോ പൗഡറാണ്. ഒരു 2-3 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുക്കുക കേട്ടോ. കൊക്കോ പൗഡർ കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ കുറച്ച് കുറവ് എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ എടുക്കുകയാണെങ്കിൽ കേക്കിന് കുറച്ചുകൂടി നിറവും കിട്ടും. അതുപോലെ തന്നെ കേക്കിന് ആ കൊക്കോൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ കൊക്കോ പൗഡർ കുറച്ചുകൂടി കൂടുതൽ എടുത്തോളൂ. ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. അപ്പോൾ ബേക്കിംഗ് പൗഡർ നമുക്ക് ഒരു 1/4 സ്പൂൺ എടുക്കാം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ കുറച്ചെടുത്താൽ മതി. ഞാൻ ആദ്യം കുറച്ചെടുത്തുള്ളൂ. അപ്പോൾ എനിക്കത് പോരാൻ തോന്നിയിട്ട് വീണ്ടും ഞാൻ 1-2 പ്രാവശ്യം ഇത്തിരീശ് വീതം അത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെയൊക്കെ കൂടി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ആ മിക്സറിലേക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മളിതിലേക്ക് അരിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കുറച്ചും കൂടിയും ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആഡ് ചെയ്തത്. എനിക്ക് തോന്നി കുറച്ച് പോരാൻ തോന്നിയോണ്ടാണ് ഞാൻ കുറേശ്ശെ ഇട്ടത്. അത് ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ടാൽ മതിയായിരുന്നു. എന്നാലും കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി നമ്മൾ ആ മിക്സ്ചറുമായിട്ട് ഇതിനെ നന്നായി ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ വേണം നമ്മൾക്ക് ഇതിലേക്ക് അരിച്ചെടുക്കുന്നതിന്. അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സ്ചറുമായിട്ട് നന്നായിട്ട് അതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കട്ടകളൊന്നും ഇല്ലാതെ നമ്മളൊരു സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വേണം ആ പൊടി മുഴുവൻ അതിലേക്ക് ഇടാൻ. നമ്മുടെ വീട്ടിൽ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ സുഖമാണ്. കാരണം അവർക്ക് ഇഷ്ടം പോലെ കഴിക്കാനൊക്കെ കിട്ടും. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ പണ്ട് ഞാനിതൊക്കെ ബുദ്ധിമുട്ട് വിചാരിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കിത് വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. കാരണം എപ്പോഴും പിള്ളേർക്ക് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും ഓരോ യൂട്യൂബ് ചാനൽ തുടങ്ങണം. അപ്പോൾ പുതിയ എന്തെങ്കിലും വെറൈറ്റിയൊക്കെ റെസിപ്പിയൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ അത് കഴിക്കാം. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങാതെയും കഴിക്കാം. അപ്പോൾ നമ്മൾ ആ മിക്സർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ അത് രണ്ടും പാകമായിരുന്നു കേട്ടോ. എന്നാലും ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാണ്ട് ലിക്വിഡി ആവാൻ പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല. ആ ഒരു പരുവത്തിലേക്ക് വേണം നമുക്ക് ഈ കേക്ക് കിട്ടാൻ. സാധാരണ കേക്ക് കുറച്ചും കൂടി ലിക്വിഡി ആയാൽ കുഴപ്പമില്ല. പക്ഷേ ഇത് അത്ര അങ്ങോട്ട്
വെള്ളം ചേർന്നത് പോലെ ആവരുത്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാതെ ഒരുമിച്ച് തന്നെ നമുക്കിതൊക്കെ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഇളക്കാം. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ കുറേ പ്രാവശ്യം നന്നായിട്ട് ഇളക്കുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഓരോന്നും ഇട്ടിട്ട് ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത്, ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പോരെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി കട്ടിയാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു തുള്ളി പാലും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇളക്കിയപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ലൂസാവാന്നാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പാലും കൂടി ഞാൻ അതിലേക്ക് ഒന്നും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വല്ലാണ്ട് ലൂസാവാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് കട്ടിയാവാനും പാടില്ലാത്തൊരു പരുവത്തിലേക്ക് നിങ്ങളതിനെ ഇളക്കിയെടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ആണ്. അപ്പോൾ വാനില എസൻസ് ചേർക്കുമ്പോൾ എന്താ വെച്ചാൽ ആ കേക്കിന് ഒരു വാനിലയുടെ മണമൊക്കെ ഉണ്ടാവും. നമുക്ക് ഒന്നും കൂടി ആ കേക്ക് തിന്നാൻ നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ വളരെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സ്പൂണോ 1.5 സ്പൂണൊക്കെ നമുക്ക് വേണമെങ്കിൽ വാനില എസൻസും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ കേക്കിൻ്റെ നമ്മൾ ചേർക്കുന്ന മറ്റുള്ളതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു അരുചി ഉണ്ടെങ്കിൽ നമുക്ക് വാനിലയുടെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല അരോമയൊക്കെ ആയിട്ട് നമ്മുടെ കേക്ക് കിട്ടും. അപ്പോൾ മിക്സ് ചെയ്ത് എല്ലാം റെഡിയായി. ഇനി നമ്മളത് ആ മൗൾഡിലേക്ക് ആക്കുകയാണ്. ഞാൻ കുട്ടികൾക്ക് ഒത്തിരിയും കൂടി മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ചോക്ലേറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഒരു മധുരം ആയിക്കോട്ടെയും ചേർത്തിട്ടാണ് ചോക്ലേറ്റ് മിഠായിയുടെ ഓരോ കഷ്ണം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും തൂവി കൊടുക്കുന്നുണ്ട്. മകൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്കോ ചിപ്സും ഇട്ടിട്ടുണ്ട്, അത് ഞാനിതിലേക്ക് എടുക്കാൻ മറന്നു. ഞാനിവിടെ അവനിലേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു 150 ഡിഗ്രി സെൽഷ്യസിലിട്ടിട്ട് ഒരു 25-30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആവട്ടാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അവനില്ലെങ്കിൽ അതും വിഷമിക്കേണ്ട, നിങ്ങൾക്കൊരു പ്രഷർ കുക്കർ എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി വെതറുക, അതൊന്ന് അടപ്പിട്ട് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ കേക്ക് മിക്സ് അതിലേക്ക് വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്നു വയ്ക്കിയാൽ മതി. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എന്താ പറയുക, നമുക്ക് യാതൊരു വിഷമവും കൂടാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്ക് എല്ലാവർക്കും കഴിക്കാം. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും താങ്ക് യു.